പശ്ചിമേഷ്യയിൽ വഷളായ സാഹചര്യം. ഹോർമുസിൽ UAEയുടെ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിച്ച ഇറാൻ. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു, 6 ഇന്ത്യക്കാർക്ക് ഗുരുതര പരിക്ക്. ഒമാൻ തീരം വഴി ഹോർമുസ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചുവെന്ന് ഇറാൻ. ക്രൂയിസ് മിസൈൽ പതിച്ച കപ്പലുകൾക്ക് തീപിടിച്ചതായി UAE. ഇറാൻ ആക്രമണം. ഹോർമുസിൽ അമേരിക്കയുടെ നാവിക ഉപരോധ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹോർമുസ് ഇനി അമേരിക്ക കൈകാര്യം ചെയ്യുമെന്നും ടോൾ ഈടാക്കുമെന്നും ട്രംപ്. ബാബ് അൽ മന്ദബ് അടയ്ക്കുമെന്ന് ഇറാൻ. എണ്ണവില $200 കുതിക്കുമോ? മുന്നറിയിപ്പുമായി യമൻ. ഇന്ധന വിപണി തകരുമെന്നും രാജ്യങ്ങൾ പട്ടിണിയിലാകുമെന്നും ഇറാന്റെ പ്രസ് TV. ഹോർമുസിലൂടെയുള്ള എണ്ണക്കയറ്റുമതി താൽക്കാലികമായി നിർത്തി സൗദി അറേബ്യ. തുടർച്ചയായ 3ാമത്തെ രാത്രിയിലും ഇറാനെ ആക്രമിച്ച് US. മുങ്ങിക്കപ്പലും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ആക്രമിച്ചു. ആദ്യമായി ഇറാനെതിരെ ഡ്രോണുകൾ പ്രയോഗിച്ചു. പിക്കാക്സ് ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. സൗദി അറേബ്യയിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണ ശ്രമം തകർത്ത് വ്യോമസേന. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. 3 എയർപോർട്ടുകൾ അടച്ചു. സൗദി തിരികെ യമൻ ആക്രമിച്ചു. സനാ വിമാനത്താവളത്തിന് നേരെ മിസൈലുകൾ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രിൽ നിന്ന് യാത്ര റഷ്യക്കാരായ 2 പേർക്കൊപ്പം.